ഹൈക്കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുന്നതിൽ സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം തേടി. അഭിഭാഷകർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികളിൽ പ്രവേശിക്കാൻ മാത്രമാണ് അനുവാദം. നടപടികൾ റെക്കോർഡ് ചെയ്യാനും പ്രചരിപ്പിക്കാനും അനുമതിയില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. YS അഭിനന്ദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അഭിനന്ദ്, ഈ കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യാൻ അഭിഭാഷകർക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെയുള്ള ചട്ടമാണോ? ഈ മാത്യൂസ് നെടുമ്പാറയുടെ അറിവില്ലായ്മയിൽ സംഭവിക്കുന്നതാണോ അത്? അഭിനന്ദ്. കാശ്മീർ എന്തായാലും ഇപ്പോൾ അഭിഭാഷകർക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടപടികളിൽ, അതായത് കോടതിയുടെ സ്ഥിരമായിട്ടുള്ള നടപടികളിൽ പ്രവേശിക്കാൻ മാത്രമാണ് ഇതുവരെ കോടതി അനുവാദം നൽകിയിട്ടുള്ളത്. ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ അവർക്ക് അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയതാണ്. ഇത് ലംഘിച്ചുകൊണ്ടാണ് മാത്യൂസ് നെടുമ്പാറ ഇത്തരത്തിലേക്ക് വീഡിയോ കോൾ വഴിയുള്ള അല്ലെങ്കിൽ അവരുടെ വീഡിയോ കോൺഫറൻസിംഗിന്റെ കൃത്യമായ വിവരങ്ങൾ അത് മറ്റിടത്തേക്ക് പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി കടന്നിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് പ്രഥമ ദൃഷ്ട്യാ കോടതി അലക്ഷ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ M ജാംദാറിന്റെ അഭിപ്രായം തേടുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഹർജി അങ്ങോട്ടേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഈ കോടതി നടപടികൾ പ്രചരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്. ഇത് ഈ മാത്യൂസ് നെടുമ്പാറ അത് എടുക്കുകയും വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കോടതിയുടെ അന്തസ് താഴ്ത്തുക മാത്രമല്ല പ്രഥമദൃഷ്ട്യാ കോടതി അലക്ഷ്യമാണ് എന്ന് തന്നെ ബെഞ്ച് നിരീക്ഷിച്ചു. അപ്പോഴും മാത്യൂസ് നെടുമ്പാറ പറയുന്നത് അത് ജുഡീഷ്യൽ നടപടികൾ റെക്കോർഡ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും തനിക്ക് അവകാശമുണ്ട് എന്ന് നെടുമ്പാറ വാദിക്കുകയാണ്. അഭിനന്ദ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാദം തന്നെയാണ് ഹാഷ്മി കോടതിയിൽ മാത്യൂസ് നെടുമ്പാറ ഉയർത്തിയത്. തരത്തിലേക്ക് വാട്സാപ്പിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചതിന്റെ തെളിവുകളും വിവരങ്ങളും ഒക്കെ അഭിഭാഷക കൗൺസിൽ എന്തായാലും കോടതിയെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സിംഗിൾ ബെഞ്ച് കൃത്യമായി തന്നെ ഇതൊരു കോടതിയലക്ഷ്യ നടപടിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കോടതിയലക്ഷ്യ നടപടി ഇനി എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നത് ഈ നിതിൻ M ജാംദാർ നേതൃത്വത്തിലുള്ള ബെഞ്ചായിരിക്കും തീരുമാനിക്കുക. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് വിടുവാൻ തന്നെയാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി. YS അഭിനന്ദനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.